بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അത്തരത്തിൽ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ വളരെയേറെ പുണ്യം നിറഞ്ഞിട്ടുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ അവതീർണമായ മാസമാണ് റമദാൻ മാസം. ആ ഒരു കാരണം കൊണ്ടാണ് മറ്റുള്ള മാസങ്ങളിൽ നിന്നും ശ്രേഷ്ഠമായ ഒരു മാസമായിക്കൊണ്ട് പരിശുദ്ധമായ റമദാൻ വ്രതമനുഷ്ഠിക്കുവാനും നന്മകൾ അധികരിപ്പിക്കുവാനുമുള്ള ഒരു അവസരമായി അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് വെച്ചു നൽകിയത്. ആ റമദാനിൻ്റെ 2 ഭാഗങ്ങൾ നമ്മിൽ നിന്നും വളരെ വേഗത്തിൽ കഴിഞ്ഞുപോയി. ഈ റമദാൻ മാസം തുടങ്ങിയ സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശങ്ക, ഈ ഒരു ചൂട് കാലത്ത് എങ്ങനെയാണ് റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും കഴിച്ചു കൂട്ടുക എന്നതായിരുന്നു. എന്നാൽ വലിയ ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഇന്ന് നമ്മൾ പറയുന്ന വർത്തമാനം എത്ര പെട്ടെന്നാണ് റമദാൻ അതിൻ്റെ അവസാനത്തേക്ക് എത്തിയത് എന്നാണ്. ഈ ഒരു റമദാൻ മാസം നമ്മിൽ നിന്നും വിട പറയാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെയേറെ ചിന്തിക്കേണ്ട, വളരെയേറെ ഗൗരവത്തോടു കൂടെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ് ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്തത് എന്നാണ്. 21 ദിവസത്തെ അതല്ലെങ്കിൽ 22 ദിവസത്തെ പ്രധാനുഷ്ഠാനം കൊണ്ട് എന്തൊരു സൽക്കർമ്മങ്ങളാണ്
എന്തുമാത്രം പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചത് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ എന്ന് 3 പ്രാവശ്യം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ കേട്ടതാണ്. ആ ഹദീസിന്റെ ആശയം എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ സമീപത്തേക്ക് വരികയും 3 പ്രാർത്ഥനകൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ 3 പ്രാർത്ഥനകൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ എന്ന് ആവർത്തിച്ചു പറയുകയുണ്ടായി. സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ, നിങ്ങൾ പതിവില്ലാതെ മിമ്പറിലേക്ക് കയറിയപ്പോൾ എന്തിനാണ് ആമീൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ മിമ്പറിലേക്ക് കയറുമ്പോൾ എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. ആ 3 പ്രാർത്ഥനകൾക്കും എന്നോട് ആമീൻ പറയുവാൻ ആവശ്യപ്പെട്ടു. ആ 3 പ്രാർത്ഥനക്കും ഞാൻ ആമീൻ പറയുകയുണ്ടായി. അതിലൊരു പ്രാർത്ഥന എന്ന് പറയുന്നത്, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടും ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങൾ പുറത്തു ലഭിച്ചിട്ടില്ല എങ്കിൽ ആ മനുഷ്യൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഫഖുൽതു ആമീൻ, ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ എന്ന് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഒരു റമദാൻ മാസത്തിന്റെ അവസാനത്തിലേക്ക്, അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കാൻ 22 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തുകയും ആ കഴിഞ്ഞുപോയ 3/2 ഏതെങ്കിലും നിലക്കുള്ള പാകപ്പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. ആ പാകപ്പിഴവുകളെ തിരുത്തി ഏറ്റവും നല്ല രൂപത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ള നിലക്കാണ് ഈ ദിവസങ്ങൾ നമ്മൾ കാണേണ്ടത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ പ്രാധാന്യമുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അങ്ങേയറ്റം വർഷിക്കുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതുപോലെ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് പരിശുദ്ധമായ ഖുർആനിനെ നാം പ്രവാചകരെ നിങ്ങളിലേക്ക് ഇറക്കി തന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇരുൾ മൂടിയ ഒരു കാലയളവിൽ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി കാണിച്ച പ്രകാശത്തിന്റെ ദീപത്തിന്റെ ഗോപുരമാണ് പരിശുദ്ധമായ ഖുർആൻ. ജാഹിലിയ കാലഘട്ടത്തിലെ അറബ് സമൂഹത്തിന്റെ ജീവിതം നമുക്കറിയാം. കള്ളിലും വ്യഭിചാരത്തിലും പെണ്ണിലുമായിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ചിരുന്ന ആ സമൂഹം കൊള്ളരുതായ്മകളും തോന്നിവാസങ്ങളും താന്തോന്നിത്തരങ്ങളും ജീവിതത്തിന്റെ വലിയ അടയാളമായിക്കൊണ്ട് കണ്ടിരുന്ന ഒരു വലിയ ജനസമൂഹത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനുമായി കൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത്. 23 വർഷക്കാലം കൊണ്ട് പല ഘട്ടങ്ങളിലായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖാന്തരം അള്ളാഹ് ഇറക്കിക്കൊടുത്ത ഈ ദൈവിക ഗ്രന്ഥത്തിന്റെ ദൈവികത കൊണ്ട്, അതിന്റെ അമാനുഷികമായ കഴിവ് കൊണ്ട് ഏറ്റവും നല്ല സമൂഹമായി, ഏറ്റവും നല്ല സമുദായമായി ആ ജാഹിലിയ കാലഘട്ടത്തിന്റെ അറബ് സമൂഹത്തെ അതിൽ നിന്ന് മുസ്ലിങ്ങൾ വേർതിരിച്ചെടുക്കുവാൻ ഈ വിശുദ്ധമായ ഖുർആൻ കൊണ്ട് സാധിച്ചു എന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകന്റെ ഉമ്മത്തിനെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിൽ നിന്ന് ഈ കാലമത്രയും പുറത്തു വന്ന ജനവിഭാഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഖൈറായ, ഏറ്റവും ഉത്തമമായ സമൂഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമാണ്. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന, ദുരാചാരത്തെ വിരോധിക്കുന്ന ഒരു ഉത്തമ സമൂഹമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് നമ്മുടെ മനസ്സുകളിൽ, ജീവിത ശൈലികളിൽ മാറ്റമുണ്ടാക്കിയെന്ന് കാണാൻ സാധിക്കും. ആ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അല്ലാഹുവിന്റെ റസൂലേ, ഈ സമൂഹത്തിന് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ഈ പരിശുദ്ധമായ ഖുർആൻ നിർണയത്തിന്റെ രാത്രിയിലാണ് റസൂലെ നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നത്.
വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാത്രി ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് റസൂലെ നിങ്ങൾക്കറിയുമോ? വിശ്വാസികളെ നിങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പുണ്യമാക്കപ്പെട്ട ഒരു രാത്രിയാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, പടച്ച റബ്ബിന്റെ കൽപ്പനയോടുകൂടെ, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ, അള്ളാഹുവിന്റെ കൽപ്പനകളുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും മറ്റുള്ള മലക്കുകളും ആത്മാക്കളും ലോകത്തേക്ക് ഇറങ്ങി വരുന്ന, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വിശിഷ്ടമായ ഒരു ദിവസം. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതമാകുന്നത് വരേക്കും ആ രാത്രി നിങ്ങൾക്ക് സമാധാനമാണ്, ശാന്തിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖദറിലൂടെ ലൈലത്തുൽ ഖദറിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ലൈലത്തുൽ ഖദർ? ഏതൊക്കെ തരത്തിലുള്ള ഇബാദത്തുകളാണ് ആ ലൈലത്തുൽ ഖദറിൽ നമുക്ക് അനുഷ്ഠിക്കുവാനുള്ളത്? ഏതൊക്കെ സൽക്കർമ്മങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കേണ്ടത് എന്ന ഒരു ചെറിയ സംസാരമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ യുഖ്ബിറു ബിലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി പ്രവാചകൻ ഇറങ്ങി പുറപ്പെടുകയാണ്. ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ, ആ സമയത്ത് മുസ്ലിങ്ങളിൽപ്പെട്ട 2 ആളുകൾ തമ്മിൽ വഴക്കിടുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഫഖാല, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നി ഖറജ്തു ലിഉഖ്ബിറകും ബിലൈലത്തുൽ ഖദ്രി വഇന്നഹു തലാഹാ ഫുലാനുൻ വഫുലാനുൻ വറുഫിഅത് വഅസാ അൻ യകൂന ഖൈറൻ ലക്കും. പ്രവാചകൻ പറയുകയാണ്, സഹാബത്തെ, എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് വിശേഷിപ്പിക്കുവാൻ, അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു. ആ സമയത്താണ് ഫതലാഹ ഫുലാനുൻ വഫുലാനുൻ, ആ സമയത്താണ് മുസ്ലിങ്ങൾപ്പെട്ട ഇന്നാലിന്ന 2 വ്യക്തികൾ തമ്മിൽ വഴക്കടിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ കണ്ടത്. പ്രവാചകൻ അവരുടെ ആ വഴക്കിന്റെ കാരണങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അത് പരിഹരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിലേക്ക് എത്തിയപ്പോഴേക്കും ഫറുഫിഅത്, ലൈലത്തുൽ ഖദറിനെ കുറിച്ചുള്ള വിജ്ഞാനം, ലൈലത്തുൽ ഖദറിനെ കുറിച്ചുള്ള വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അള്ളാഹു ഉയർത്തപ്പെട്ടു. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, വഅസാ അൻ യകൂന ഖൈറൻ ലക്കും, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു എന്നിൽ നിന്നും ആ ലൈലത്തുൽ ഖദറിനെ കുറിച്ചുള്ള വിവരത്തെ അള്ളാഹു ഉയർത്തിയത് നിങ്ങൾക്കത് ഖൈറായിരിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ ആ ഹദീസ് അവസാനിപ്പിക്കുന്നത്, ഫൽതമിസൂഹാ ഫിസ്സബ്ഇ വതിസ്ഇ വൽ ഖംസ്, ആ റമളാനിന്റെ അവസാനത്തെ 10-ലെ 5-നോ അവസാനത്തെ 10-ലെ 7-നോ അവസാനത്തെ 10-ലെ 9-നോ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ്. ഏത് ദിവസത്തിലാണ് ലൈലത്തുൽ ഖദർ എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടില്ല എങ്കിലും പ്രവാചകൻ അതിലേക്ക് സൂചനകൾ നൽകിയ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. സഹോദരങ്ങളെ, ഈ റമളാനിന്റെ കഴിഞ്ഞുപോയ 20 ദിവസങ്ങൾ പോലെയല്ല ഇനിയുള്ള 10 ദിവസങ്ങൾ, ഇനിയുള്ള അവശേഷിക്കുന്ന ദിവസങ്ങൾ. വളരെയേറെ പ്രാധാന്യത്തോടെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ട സമയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, വഹിയ ലൈലത്തുല്ലത്തി അമറനാ ബിഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖിയാമിഹാ, ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിൽ നിന്ന് നമസ്കരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി. ഹിയ ലൈലത്തുൻ സബീഹത്തിൻ 27 وأماراتها أن تطلع الشمس في صبيحة يومها بيضاء لا شعاع لها. പ്രവാചകൻ പറയുന്നു, ഈ റമളാനിന്റെ അവസാനത്തെ 10-ലെ ആ 7-ാമത്തെ രാവിൽ 27-ാമത്തെ രാവിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. അന്നത്തെ പ്രഭാതത്തിൽ
വലിയ കിരണങ്ങളില്ലാതെ സൂര്യൻ നിങ്ങളിലേക്ക് കുതിച്ചുയരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ അടയാളമായിക്കൊണ്ട് ലക്ഷണമായിക്കൊണ്ട് വിശ്വാസികൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെയുള്ള ഒരു രാവ് 1000 മാസത്തേക്കാൾ പുണ്യമാക്കപ്പെട്ട ഒരു രാവ്, മനുഷ്യ ജീവിതത്തിലെ 83 വർഷത്തിന് തുല്യമായ ഒരു ദിവസം, ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് 1000 മാസം തുല്യമായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ അതേ പ്രതിഫലം ഒരു രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ദിവസത്തെ കാത്തിരിക്കുന്നവരാണ് വിശ്വാസികളായ ആളുകൾ. സഹോദരങ്ങളെ, എങ്ങനെയാണ് ലൈലത്തുൽ ഖദർ നമ്മൾ സ്വീകരിക്കേണ്ടത്? എങ്ങനെയാണ് ലൈലത്തുൽ ഖദർ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? പ്രവാചകനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റു ശദ്ദ മിസ്റഹു വഅഹ്യാ ലൈലഹു വഅയ്ഖല അഹ്ലഹു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചാൽ ശദ്ദ മിസ്റഹു, റസൂലിന്റെ തുണിയുടെ അരക്കെട്ട് റസൂൽ മുറുക്കിയെടുക്കും. വഅയ്ഖല അഹ്ലഹു, റസൂല് വീട്ടുകാരെ വിളിച്ചുണർത്തും. വഅഹ്യാ ലൈലഹു, റസൂൽ ആ രാത്രികളെ ഉറങ്ങാതെ ഉണർന്നിരുന്ന് ഇബാദത്തുകൾ ചെയ്യുന്ന ദിവസങ്ങളാക്കി റസൂല് മാറ്റുമായിരുന്നു എന്നാണ്. 3 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന്, റസൂല് ശദ്ദൽ മിസ്റ, റസൂലിന്റെ തുണിയുടെ അരക്കെട്ട് മുറുക്കിയെടുക്കും. നമ്മൾ സാധാരണ നമ്മുടെ പ്രാദേശികമായ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അരക്കെട്ട് മുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ ആദ്യം മുതൽ അതിന്റെ പര്യവസാനം വരെ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് ഒരു പ്രവൃത്തിയിലേക്ക് താല്പര്യത്തോടുകൂടെ ഇറങ്ങി പുറപ്പെടുന്ന കാര്യം. പ്രവാചകൻ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി ചെയ്യുന്ന കാര്യം തന്റെ അരക്കെട്ടിനെ മുറുക്കിയെടുക്കുമായിരുന്നു. ഇബാദത്തുകൾക്ക് സജീവമാക്കി മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി പരമാവധി നന്മകൾ ചെയ്യുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നന്മകളിലൂടെ മുന്നേറുവാനുമുള്ള പ്രചോദനമാണ് പ്രവാചകന്റെ ഈ ഹദീസിലൂടെ വിശ്വാസികളായ നമുക്ക് ലഭിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, വഅഹ്യാ ലൈലഹു, രാത്രികളെ പ്രവാചകൻ ജീവസുറ്റതാക്കുമായിരുന്നു. ഉറങ്ങാതെ രാത്രികളിൽ ഇബാദത്തുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 ദിനരാത്രങ്ങളെ പ്രവാചകൻ ആ നിലക്ക് വരവേൽക്കുമായിരുന്നു. മൂന്നാമത്തെ കാര്യം, വഅയ്ഖല അഹ്ലഹു, തന്റെ വീട്ടുകാരെ, തന്റെ കുടുംബക്കാരെ, തന്റെ ഭാര്യമാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും വിളിച്ചുണർത്തുകയും അവരെയും കൂടെ ഇബാദത്തുകളിൽ, ആരാധനകളിൽ പങ്കെടുപ്പിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 സ്വീകരിച്ചത് നന്മകൾക്ക് വേണ്ടിയായിരുന്നു എന്ന് ഇനിയും ധാരാളം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ ബീവി പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരി. മറ്റുള്ള ഒരു ദിവസത്തിലും പ്രവാചകൻ ഇങ്ങനെ പ്രയത്നിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. റസൂലിന്റെ ജീവിതത്തിൽ 8 റമളാനുകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചു. ആ 8 റമളാനിലും അതിന്റെ അവസാനത്തെ 10കളിൽ പ്രവാചകൻ പ്രയത്നിക്കുന്നത് പോലെ മറ്റൊരു സമയത്തും മറ്റൊരു കാലത്തും പ്രവാചകൻ പ്രയത്നിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ്. പരമാവധി ആ റമളാനിന്റെ 10കൾ ഉപയോഗപ്പെടുത്തിയിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, മൻ ഖാമ ഫീ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, ഈമാനോട് കൂടെ വിശ്വാസത്തോടു കൂടെ പ്രതിഫലം ലഭിക്കുമെന്ന ആഗ്രഹത്തോടു കൂടി ഖിയാമുർ റമളാൻ, തറാവീഹ് നമസ്കാരങ്ങൾ ഒരു മനുഷ്യൻ ലൈലത്തുൽ ഖദ്റിൽ നിർവഹിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ സകലമാന തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉപയോഗപ്പെടുത്തണം ഈ ദിനരാത്രങ്ങളെ. 2-3 കാര്യങ്ങൾ മാത്രമാണ് അതിനുവേണ്ടി പറയാനുള്ളത്. ഒന്നാമത്തേത്, അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കുന്ന ദിവസങ്ങളായിരിക്കണം ഇനിയുള്ള ദിവസങ്ങൾ. പടച്ച റബ്ബിങ്കലേക്ക് ധാരാളമായി പ്രാർത്ഥനകൾ ഉയരേണ്ട, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളും ദുആകളുമായിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമായിക്കൊണ്ട് നമ്മൾ സമീപിക്കേണ്ട ദിവസങ്ങളാണ് ഇനിയുള്ള ഈ ബാക്കിയുള്ള അവശേഷിക്കുന്ന ദിവസങ്ങൾ. പ്രവാചകനെ കുറിച്ച് മഹതിയായ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ
നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലായിരുന്നു, യദ്കുറുല്ലാഹ തആല ഫീ കുല്ലി അഹ്യാനി, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവനായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചിട്ടില്ലാത്ത, പ്രവാചകൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലാത്തൊരു കാര്യം പടച്ച റബ്ബിനെ കുറിച്ചുള്ള ദിക്റാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളാണ്. ജീവിതത്തിന്റെ സന്തോഷത്തിലും ജീവിതത്തിന്റെ സന്താപാവസ്ഥയിലും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിലും ജീവിതത്തിലെ പരീക്ഷണങ്ങളില്ലാത്ത ഘട്ടത്തിലും ഏത് സമയത്തും വിശ്വാസിയുടെ നാവിൽ നിന്നുയരേണ്ട അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റുകൾ പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമായി, ദിക്റുകളായി, ദുആകളായി കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കേണ്ട സന്ദർഭങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പ്രവാചകൻ ഒരിക്കൽ ഒരു പർവ്വതത്തിന്റെ അടുക്കലൂടെ, ജുംദാൻ എന്ന് പറയുന്ന മക്കക്ക് സമീപമുള്ള ഒരു പർവ്വതത്തിനരികിലൂടെ സ്വഹാബത്തുമായി കൊണ്ട് നടന്നു പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സബഖൽ മുഫർരിദൂൻ, മുഫർരിദുകൾ മുൻകടന്നിരിക്കുന്നു, അവർ വിജയിച്ചിരിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, വമൽ മുഫർരിദൂൻ, ആരാണ് മുഫർരിദുകൾ? എന്താണ് അവർ വിജയിക്കുവാനുള്ള കാരണം? എന്താണ് അവരുടെ ശ്രേഷ്ഠത? എന്താണ് അവരുടെ സവിശേഷത? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുഫർരിദുകൾ എന്ന് പറഞ്ഞാൽ അദ്ദാഖിറൂനല്ലാഹ കസീറൻ വദ്ദാഖിറാത്ത്, അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കുന്ന വിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസിനികളായ സ്ത്രീകളുമാണ് മുഫർരിദുകൾ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നോക്ക് നിങ്ങൾ, അള്ളാഹിനെ കുറിച്ച് ഓർക്കണമെന്നാണ്. എങ്ങനെയാണ് റബ്ബിനെ കുറിച്ച് ഓർക്കുക? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അല്ലദീന ആമനു, വിശ്വാസിച്ച ആളുകൾ, തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അവരുടെ മനസ്സുകൾ എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിനെ കുറിച്ച് ആലോചിച്ചിട്ട് സന്തോഷമടയുന്ന, സമാധാനമടയുന്ന മനസ്സിന്റെ ഉടമകളാണ് വിശ്വാസികൾ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾ അറിയണം, വിശ്വാസികൾ നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സിന് സമാധാനം വേണോ എങ്കിൽ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാവണം, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവണം. ആ ഓർമ്മകളിലൂടെയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ എന്നാൽ. ഏതൊക്കെ രൂപത്തിൽ ഓർക്കാൻ പടച്ച റബ്ബിനെ? വിശുദ്ധ ഖുർആൻ ഓതിയിട്ട്, അള്ളാഹുവിന്റെ ദിക്റുകൾ ചൊല്ലിയിട്ട്, ആയത്തുകൾ ഓതിയിട്ട്, പ്രഭാതത്തിലും പ്രദോഷത്തിലും പടച്ച റബ്ബിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. നോക്കൂ നിങ്ങൾ, രണ്ട് വാക്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, നിങ്ങളുടെ നാവുകൾക്ക് ചൊല്ലാൻ വളരെ ലളിതമായ രണ്ട് വാക്കുകൾ, വസഖീലതാനി അലൽ മീസാൻ, പടച്ച റബ്ബിന്റെ തുലാസിൽ കനം തൂങ്ങുന്ന രണ്ട് വാക്കുകൾ, വഹബീബതാനി ഇലർ റഹ്മാൻ, പടച്ച റബ്ബിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ചൊല്ലാൻ എത്ര സമയമാണ് നമുക്ക്? ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ ഈ ഒരു ദിക്ർ 100 പ്രാവശ്യം ചൊല്ലാൻ എത്ര സമയം വേണം? പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ഈ ദിക്ർ തന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ചൊല്ലിയാൽ ഖുത്തത് ഖത്വായാഉ മിസ്ല സബ്ദിൽ ബഹർ, കടലിന്റെ നുരയോളം ആ മനുഷ്യൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്. സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്ന്, പ്രവാചകരെ, എനിക്ക് എന്റെ സ്ഥിരമായി ജീവിതത്തിൽ ചൊല്ലാനുള്ള ദിക്റിനെ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പഠിപ്പിച്ചു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഹിയ കൻസും മിൻ കുനൂസിൽ ജന്ന. അബൂബക്കറെ, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധി, സ്വർഗത്തിലെ നിധി കൂമ്പാരത്തിൽപ്പെട്ട ഒരു നിധിയെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഏതാണ് ആ നിധി? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ദിക്റുകൾ, തസ്ബീഹുകൾ, തക്ബീറുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ ചൊല്ലാൻ വലിയ സമയമൊന്നും വേണ്ട. ഏത് തിരക്കിനിടയിലും, ഏത് ജോലിക്കിടയിലും, വ്യാപൃതമായി കൊണ്ടിരിക്കുന്ന ഏത് സന്ദർഭത്തിലും ചെറിയ സമയം കൊണ്ട് നമ്മളൊന്ന് മനസ്സു വച്ചാൽ പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കാനുള്ള ധാരാളം ഇത്തരത്തിലുള്ള ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചൊല്ലുവാനുണ്ട്. ആ രൂപത്തിൽ ഇത്തരത്തിലുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്
പടച്ച റബ്ബിനെ ഓർക്കുന്നവരായിക്കൊണ്ട് വിശ്വാസികളെ നമ്മൾ മാറണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു മനുഷ്യൻ മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു, പടച്ച റബ്ബിനെ ഓർക്കുന്നവനും പടച്ച റബ്ബിനെ ഓർക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവനുള്ളവയെയും മരണപ്പെട്ടവരെയും പോലെയാണ്. ജീവനുള്ള വസ്തുവിനെ പോലെയും ശവമായൊരു വസ്തുവിനെ പോലെയുമാണ്. അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നവൻ ജീവനുള്ള വസ്തുവിനെ പോലെയാണ്. പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കാത്തവനോ മസലുൽ മയ്യിത്ത്, അതൊരു ശവത്തെ പോലെയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ധാരാളമായി റബ്ബിനെ ഓർക്കണം. രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലാനുള്ള ദിക്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ പുസ്തകങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്. നമ്മുടെ പള്ളികളിലെ ഷെൽഫുകളിൽ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ കാണാൻ സാധിക്കും. ആ പുസ്തകങ്ങൾ എടുത്തു മറിച്ചു നോക്കി അത്തരത്തിലുള്ള ദിക്റുകളും ദുആകളും പഠിച്ച് പടച്ച റബ്ബിനെ ധാരാളം ഓർക്കുവാൻ ഈ ദിവസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം ഈ ദിവസങ്ങളിൽ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ യുഹന്നാസ്, ഹേ ജനങ്ങളെ, തൂബു ഇലല്ലാഹ് വസ്തഗ്ഫിറു, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം കേട്ടോ. പടച്ച റബ്ബിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പടച്ച റബ്ബിനോട് ഏറ്റുപറയണം. ഫഇന്നി അതൂബു ഇലല്ലാഹി ഫിൽ യൗമി മിഅത മറ, ഒരു ദിവസത്തിൽ പ്രവാചകൻ പറയുന്നു, ഒരു ദിവസത്തിൽ ഞാൻ 100 പ്രാവശ്യം അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യലുണ്ട്. റസൂൽ എന്ത് തെറ്റ് ചെയ്തിട്ടാ? റസൂൽ എന്ത് തെറ്റ് ആവർത്തിച്ചിട്ടാ? പ്രവാചകൻ രാത്രി നിന്ന് നമസ്കരിക്കാറുണ്ട്. ആ രാത്രി നമസ്കാരങ്ങളെ കുറിച്ച് ഹദീസുകളിൽ കാണാം. ദീർഘമായ നിസ്കാരം, പ്രവാചകന്റെ കാലിൽ നീര് വരുവോളം പ്രവാചകൻ നമസ്കരിക്കും. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി നരകത്തെക്കുറിച്ചും പടച്ച റബ്ബിന്റെ ശിക്ഷകളെ കുറിച്ചും നശിപ്പിച്ചു പോയ മുൻകാല സമുദായങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തുകൾ ഓതുമ്പോ പ്രവാചകൻ പൊട്ടിക്കരയും. ആ കരച്ചിലിൽ കണ്ണിൽ നിന്നും കണ്ണുനീരൊലിച്ച് പ്രവാചകന്റെ കവിൾത്തടത്തിലൂടെ, പ്രവാചകന്റെ താടിരോമങ്ങളിലൂടെ, പ്രവാചകന്റെ ഖമീസിലൂടെ പ്രവാചകൻ നിന്ന് നമസ്കരിക്കുന്ന മണൽത്തരികൾ പോലും നനയുമാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരങ്ങളിൽ കരയാറുണ്ട്. ആയിഷ ചോദിക്കുക, റസൂലെ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ ഇത്ര ദൈർഘ്യമായി കൊണ്ട് നമസ്കരിക്കുന്നത്? വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ സകല തെറ്റുകളും സകല പാപങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലേ? ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാതെ ഒരു പാളിച്ചകളും ഉണ്ടാകാതെ പടച്ച റബ്ബിന്റെ പ്രത്യേകമായ സംരക്ഷണം റസൂലെ നിങ്ങൾക്കില്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കുന്നത് എന്നാൽ ആ പ്രവാചകൻ, ഒരു തെറ്റും സംഭവിക്കാത്ത റസൂൽ, ഒരു തെറ്റും ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരാളുടെ മനസ്സുപോലും വേദനിപ്പിക്കാത്ത റസൂൽ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ 8ാമത്തെ വയസ്സിൽ പ്രവാചകൻ മദീനയിലേക്ക് വന്നപ്പോൾ അനസ് ഇബ്നു മാലിക്കിന്റെ ഉമ്മ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അനസിന്റെ കൈ പിടിച്ച് 8ാമത്തെ വയസ്സിൽ റസൂലിന്റെ സമീപത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, റസൂലെ, എന്റെ മകൻ അനസിനെ നിങ്ങളുടെ ഖാദിമായിക്കൊണ്ട്, നിങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്നവനായിക്കൊണ്ട് നിങ്ങളുടെ കൂടെ നിർത്തണമെന്നാണ്. പ്രവാചകന്റെ സേവകനായി, പ്രവാചകന്റെ സഹായിയായി, പ്രവാചകന്റെ കൂടെ യാത്രയിലും യാത്രയിലല്ലാത്തപ്പോഴും പ്രവാചകന്റെ സഹായിയായിക്കൊണ്ട് 10 വർഷം മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ ജീവിച്ചു. അനസ് ഇബ്നു മാലിക് പറയാ, ഞാൻ പ്രവാചകന്റെ കൂടെ 10 കൊല്ലം ജീവിച്ചിട്ടും ഒരിക്കൽ പോലും ഞാൻ ചെയ്തൊരു പ്രവർത്തനത്തെ, അനസേ നീ എന്താണത് അങ്ങനെ ചെയ്തു, നിനക്കെന്തേ അത് ഇങ്ങനെ ആക്കിക്കൂടായിരുന്നു എന്നൊരു മറുചോദ്യം കൊണ്ട് റസൂൽ എന്റെ മനസ്സിനെ പോലും ഒരിക്കൽ പോലും വേദനിപ്പിച്ചിട്ടില്ല എന്ന് റസൂലിന്റെ സ്വഭാവത്തെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ റസൂൽ വാക്കുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കാത്ത റസൂൽ, പ്രവൃത്തി കൊണ്ട് ഒരാളെ വേദനിപ്പിക്കാത്ത റസൂൽ, മക്കളായ പ്രവാചകന്റെ മക്കളും പേരമക്കളും നമസ്കാരത്തിന്റെ സമയത്ത് പ്രവാചകന്റെ മുതുകിൽ കയറിയിരിക്കുമ്പോ അവർ സ്വയം ഇറങ്ങിപ്പോകാതെ ആ നമസ്കാരത്തിനും സുജൂദിൽ നിന്നും തല ഉയർത്താതെ ആ മക്കളെ സ്നേഹിച്ച റസൂൽ, ആ റസൂല് പറയാ, ഒരു ദിവസത്തിൽ ഞാൻ ആ പടച്ച റബ്ബിലേക്ക് 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങലുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ റമദാനിലായിരിക്കെ പോലും
തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങൾ കേട്ടവരും ചെയ്തവരും കണ്ടവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തു മടങ്ങേണ്ട സമയമാണ്. തൗബ അധികരിപ്പിക്കേണ്ട സമയമാണ്. അസ്തഗ്ഫിറുല്ലാ എന്ന വാക്ക് അധികരിപ്പിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 10 ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല, റസൂലേ, അവസാനത്തെ 10 ഞങ്ങൾ എന്തു പ്രാർത്ഥനയാണ് അധികരിപ്പിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക. അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ വിശ്വാസികളോട് അധികരിപ്പിക്കാൻ പറഞ്ഞ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പടച്ചോനെ, നീ പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ, നീയാണല്ലോ പുറത്തു നൽകുന്നവൻ. ഫഅഫു അന്നി, എനിക്ക് നീ പുറത്തുകൊണ്ട, എന്റെ തെറ്റുകൾ മാപ്പാക്കിക്കൊണ്ട പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാ. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം, തൗബ അധികരിപ്പിക്കണം. പ്രവാചകൻ പറഞ്ഞില്ലേ, സലാത്തു ദഅവാത്തിൻ മുസ്തജാബുൻ, 3 പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ്. 3 വിഭാഗക്കാരുടെ പ്രാർത്ഥനകൾ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയൂല എന്ന് റസൂൽ പഠിപ്പിച്ചു. 1 ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. 2ാമത്തെ ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. ഈ 3 ആളുകളും പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയൂല, ഉത്തരം നൽകുമെന്നാണ്. അതിൽ 1ാമത് എണ്ണിയത് ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന എന്നാണ്. അത് എപ്പോ പ്രാർത്ഥിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം, നോമ്പുകാരൻ ഹീന യുഫ്തറു, അവൻ നോമ്പ് തുറക്കുന്ന സമയത്ത് നടത്തുന്ന പ്രാർത്ഥന എന്നാണ്. നോമ്പ് തുറക്കുന്നതിന് കുറച്ചു മുമ്പുള്ള സമയം, നോമ്പ് തുറക്കാൻ വേണ്ടി വിഭവങ്ങൾ ഒരുക്കി തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് ബാങ്ക് വിളിക്ക് കാത്തിരിക്കുന്നതിന്റെ ആ തൊട്ടു മുമ്പുള്ള സമയം, ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം, റസൂൽ പറഞ്ഞു, ആ സമയത്ത് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കും. നമുക്കെന്താ പണി? ആ സമയത്ത് നമ്മൾ വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ്, അല്ലെ? കുടിക്കാനുള്ള പാനീയങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ്. സഹോദരങ്ങളെ, അതൊക്കെ അതിൻ്റെ ഒരു വഴിക്ക് നടക്കുമ്പോഴും ആ സമയത്ത് പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ തേടാൻ നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുവാൻ ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അനാവശ്യമായ വർത്തമാനങ്ങളും അനാവശ്യമായ മറ്റുള്ള ചർച്ചകളും ആ സമയത്ത് മൊബൈൽ നോക്കിയിരിക്കലും ഒക്കെ ഒഴിവാക്കിയിട്ട് ആ സമയത്ത് ഒരു കുറഞ്ഞ സമയം പടച്ച റബ്ബിലേക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടുവാൻ, പാപമോചനത്തെ തേടുവാൻ ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ്. 1ാമത്തേത് സൂചിപ്പിച്ചു, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ അധികരിപ്പിക്കണം. 2ാമത്തേത് പടച്ച റബ്ബിനെ കുറിച്ച് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം. 3ാമത്തേത് ഈ അവസാനത്തെ 10 നമുക്ക് നിർവഹിക്കാനുള്ള ഒരു ഇബാദത്താണ് ഇഅ്തികാഫ് എന്നുള്ളത്. എന്താണ് ഇഅ്തികാഫ്? അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഭജനമിരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയാ. പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബ പുനർനിർമ്മിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ലിത്വായിഫീന വൽ ആകിഫീന വറുക്കഇസ് സുജൂദ്. ആർക്ക് വേണ്ടിയാണ് ഇബ്രാഹിമേ ഈ കഅബയെ നീ പടുത്തുയർത്തേണ്ടത്? നിസ്കരിക്കുന്നവർക്ക്, റുക്കൂ ചെയ്യുന്നവർക്ക്, സുജൂദ് ചെയ്യുന്നവർക്ക്, കഅബയെ തവാഫ് ചെയ്യാൻ വരുന്നവർക്ക്, വൽ ആകിഫീന, അതേപോലെ തന്നെ ഇഅ്തികാഫിരിക്കാൻ വരുന്നവർക്ക് എന്നാണ്. നമുക്ക് അധികരിപ്പിക്കേണ്ട ഒരു ഇബാദത്ത് ഇഅ്തികാഫാണ്. റമളാനിന്റെ ഈ അവസാനത്തെ 10 അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅ്തഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ 10 ഈ ദിനരാത്രങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിരിക്കുമായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, ഏതുവരെ? അല്ലാഹു മരിപ്പിക്കുന്നത് വരെ. പ്രവാചകനെ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കുന്നത് വരെ, പ്രവാചകൻ തന്റെ 63ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ നോമ്പ് നിർബന്ധമാക്കിയതിനു ശേഷമുള്ള മുഴുവൻ റമളാനുകളിലും അതിന്റെ അവസാനത്തെ 10 അള്ളാഹുവിന്റെ റസൂൽ ഇഅ്തികാഫിരിക്കുമായിരുന്നു. പ്രവാചകന്റെ വഫാത്തിനു ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാർ, ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവരും മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുമായിരുന്നു എന്ന്. നമ്മൾ ഇരിക്കണം പള്ളിയിൽ. നമ്മുടെ പള്ളികളിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. മക്കളെയും ഭാര്യമാരെയൊക്കെ വിളിച്ചുണർത്തി ആ ദിവസങ്ങളിൽ പള്ളികളിൽ ഭജനമിരുന്ന്
പരിശുദ്ധമായ ഖുർആൻ ഓതി, അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലി, ദുആകൾ ചൊല്ലി, നമസ്കാരങ്ങൾ നിർവഹിച്ച് പരമാവധി ഇബാദത്തുകളിൽ മുഴുകുവാനുള്ള ഒരു അവസരമാണ് സഹോദരങ്ങളെ ഇഅ്തികാഫ് എന്നുള്ളത്. ഉപയോഗപ്പെടുത്തണം. നമ്മളൊക്കെ പള്ളികൾ, നമ്മളൊക്കെ ഈ അങ്ങാടി ഭാഗത്തൊക്കെ വരുന്ന പള്ളികളിൽ അത്താഴത്തിന് വരെ സംവിധാനങ്ങൾ ഒരുക്കിയ പള്ളികളുണ്ട്. അത്താഴത്തിന് വരെ സംവിധാനം ഒരുക്കിയ പള്ളികളുണ്ട്. നമ്മൾ എന്തേ ചെയ്യേണ്ടിയുള്ളൂ? നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാരെയും കൊണ്ട് പള്ളികളിലേക്ക് നമ്മൾ വരാൻ തയ്യാറാകണം. എന്നിട്ട് ആ രാത്രികളെ പ്രവാചകനെ സൂചിപ്പിച്ചതുപോലെ രാത്രികളെ സജീവമുള്ളതാക്കി കുടുംബക്കാരെ വിളിച്ചുണർത്തി ഇബാദത്തുകൾ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവരായിട്ട് സഹോദരങ്ങൾ നമ്മൾ മാറണം. നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാ. ഇനി കേവലം ഒരാഴ്ച മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരാഴ്ച മാത്രമാണ് ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഒരാഴ്ചയളവിൽ എത്ര ദിവസം നമുക്ക് ഇഅ്തികാഫിരിക്കാൻ സാധിക്കും? എത്ര ദിവസം സാധിക്കും? ആ ഇഅ്തികാഫ് നമ്മൾ അധികരിപ്പിക്കണം. പരമാവധി പകൽ സമയങ്ങളിൽ ഇരിക്കാൻ പറ്റുന്നവർ പകൽ സമയങ്ങളിലും, രാത്രികളിൽ ഇരിക്കാൻ പറ്റുന്നവർ രാത്രികളിലും ഈ അവസാനത്തെ 10 ദിവസങ്ങളെ ആ രൂപത്തിൽ പള്ളികളിലായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 3 കാര്യങ്ങൾ. 4-മത്തേത് ദാനധർമ്മത്തെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. 1-മത്തെ നമ്മൾ പറഞ്ഞു, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാവണം, ദിക്റുകൾ ചൊല്ലണം, ദുആകൾ അധികരിപ്പിക്കണം, പരിശുദ്ധമായ ഖുർആന്റെ ആയത്തുകൾ ഓതുന്നത് അധികരിപ്പിക്കണം, പഠിക്കണം. നമ്മുടെയൊക്കെ പള്ളികളിലും നമ്മുടെയൊക്കെ വീടുകളിലും മുഹമ്മദ് അമാനി മോന്റെ തഫ്സീർ ഉണ്ടല്ലോ. നമ്മൾ എത്ര ആളുകളാണ് ഈ റമദാൻ മാസത്ത് ഒരു സൂറത്ത് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു 10 ആയത്ത് അതിന്റെ അർത്ഥസഹിതം പഠിക്കാൻ തയ്യാറായി? എത്ര ആളുകൾ തയ്യാറായി? പാരായണം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ പുണ്യമാണ്. ഓരോ ഹർഫിനും ഓരോ അക്ഷരത്തിനും 10 അംസാലിഹ 10 പ്രതിഫലം വെച്ച് അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. പക്ഷെ ആ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറായോ? അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറായോ? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളില്ലേ? എത്രയെത്ര പ്രശ്നങ്ങൾ ആ സമൂഹത്തിൽ കാണുന്നത്. ലഹരിയുടെ അമിതമായ ഉപയോഗം, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. എന്തിനാണ് കൊന്നതെന്നോ ഞാൻ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടതെന്നോ അറിയാത്ത വിധത്തിൽ ന്യായമായ കാരണങ്ങൾക്ക് വേണ്ടി മനുഷ്യജീവനെ ഹനിക്കപ്പെടുന്ന വൃത്തികെട്ട കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ 4 ആൾക്കാർ കൂടി നമ്മൾ പറയില്ലേ, എന്താലേ സമൂഹത്തിന്റെ പോക്ക്, എത്ര അപകടം പിടിച്ച പോക്ക. പക്ഷെ ആ പ്രശ്നത്തിലുള്ള പരിഹാരം നമ്മുടെ മുമ്പിലുണ്ടായിട്ടും ആ പരിഹാരം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ആ പരിഹാരമാണ് ഖുർആൻ. ഈ ലോകത്ത് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പടച്ച റബ്ബ് പറയാ, ആ ഖുർആൻ നിങ്ങൾക്ക് ശമനമുണ്ട്. ആ ഖുർആൻ പഠിച്ചാൽ ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് ആ ഖുർആൻ ക്ഷണിക്കുന്നത്. ആ ഖുർആൻ ഓതാൻ നമ്മൾ തയ്യാറാകണം. ഖുർആനെ വിസ്മരിച്ചാണ്ടാണ് അപകടം. എന്താ? ഫമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻക. ഖുർആനെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിനെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഉത്ബോധനത്തെ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണയെ ഒരാൾ തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ, അതിനെ വിസ്മരിച്ചാൽ ഫഇന്ന ലഹു മഈശത്തൻ ലൻക, പ്രയാസം നിറഞ്ഞ ജീവിതം ഓർക്കേണ്ട ദുനിയാവിൽ. കുടുസത അനുഭവിക്കും, സമാധാനം ഉണ്ടാകൂല ജീവിതത്തിൽ. എത്ര സമ്പത്തുണ്ടായിട്ടും, എത്ര വലിയ തറവാടുണ്ടായിട്ടും, കെട്ടുറപ്പുള്ള 4 നില വീടുണ്ടായാലും, മണിമേളകളുണ്ടെങ്കിലും, വാഹന വ്യൂഹങ്ങളുണ്ടെങ്കിലും, തന്റെ പിന്നാലെ അണികളുണ്ടെങ്കിലും, എത്ര വലിയ തലപ്പത്തെത്തിയാലും പടച്ച റബ്ബിനെ കുറിച്ചുള്ള ദിക്റില്ലെങ്കിൽ, ഓർമ്മയില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ചുള്ള ചിന്തയില്ലെങ്കിൽ, അത് പഠിക്കുന്നില്ലെങ്കിൽ, പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഫഇന്ന ലഹു മഈശത്തൻ ലൻക, കുടുസത അനുഭവിക്കും, ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കും. എന്നിട്ട് അല്ലാഹു പറയാ, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, പരലോകത്ത് കണ്ണ് കാണാത്ത അന്ധരായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിനെ വിസ്മരിച്ചവരെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കും. ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മ, ആ പരലോകത്ത് അവർ ചോദിക്കുമെന്ന, റബ്ബേ എന്തിനാണ് ഞങ്ങളെ കണ്ണ് കാണാത്തവരായിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഞങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോ 2 കണ്ണുകളും കാണുന്നവനായിരുന്നു. എന്തിനാ റബ്ബേ ഈ കണ്ണ് പൊട്ടന്മാരായി, കണ്ണ് കാണാത്തവരായി, അന്ധന്മാരായി കൊണ്ട് പരലോകത്തെ ഞങ്ങൾ കൊണ്ടുവന്നതെന്നാ. എന്താ അല്ലാഹു പറയുന്ന മറുപടി? ഖാല, അല്ലാഹു പറയും, കദാലിക അതത്ക ആയാതുന ഫനസീതഹ വകദാലികൽ യൗമ തുൻസ. ഒരു മനുഷ്യ, ദുനിയാവിൽ നീ ജീവിക്കുമ്പോ എന്റെ ആയത്തുകളെ കുറിച്ച്, എന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും കാണാനുമുള്ള അവസരം നിനക്കുണ്ടായില്ലേ? എന്തേ നീ അതിന് തയ്യാറാകഴിഞ്ഞതാ? ആ ദിക്റുകളെ, ഉത്ബോധനത്തെ നീ മറന്നില്ലേ?
വകദാലികൽ യൗമ തുൻസ, ഇന്നത്തെ ദിവസം നിന്നെ ഞാനും വിസ്മരിക്കുന്നു. അല്ലാഹ് നമ്മൾ അവഗണിക്കാൻ, അള്ളാഹിന്റെ ദിക്ർ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ നിന്ന് നഷ്ടമായാൽ പരലോകത്ത് അല്ലാഹ് നമ്മൾ അവഗണിക്കും. പരലോകത്ത് അല്ലാഹ് അവഗണിച്ചാൽ പിന്നെന്താ കാര്യമുള്ളത്? യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സാഹിബതിഹി വ ബനി യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. എത്ര ആയത്തുകളാ! സഹോദരങ്ങൾ ഓടിയകലും, ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ ഓടി ഒളിക്കും, മാതാപിതാക്കളെ കാണുമ്പോൾ മക്കൾ ഓടിയകലും. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങളുടെ സമ്പത്തോ മക്കളോ സന്താനങ്ങളോ ഒന്നും ഉപകാരമില്ലാത്ത ദിവസം. അവിടെ പടച്ചോനും കൂടി പരിഗണിച്ചിട്ടില്ലെങ്കിലോ പിന്നെ നാശമാണ്, നരകത്തിലാണ്. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാവണം ജീവിതത്തിൽ, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. റമദാനിൽ മാത്രമല്ല, റമദാൻ കഴിഞ്ഞാലും വേണം. നമ്മളൊക്കെ പലപ്പോഴും അസുഖങ്ങൾ വരുമ്പോഴാ അള്ളാഹിനെ കുറിച്ച് ധാരാളം ഓർക്കുക, അല്ലേ? 4 ദിവസം ഇങ്ങനെ പനിച്ച് കട്ടിൽമെന്ന് എണീക്കാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുമ്പോഴാ പഠിച്ചോനെ എന്നൊക്കെ വിളി വരിക മനസ്സിന്റെ അടിത്തട്ടുന്ന്. എല്ലാ സന്ദർഭത്തിലും ആണെന്ന ജീവിതത്തിൽ എല്ലായ്പ്പോഴും ആ ഓർമ്മ ഉണ്ടാവണം. പടച്ചോൻ നമ്മളെ കാണുന്നുണ്ട്, പടച്ചോൻ അറിയുന്നുണ്ട്, പടച്ചോൻ എന്നെ വീക്ഷിക്കുന്നുണ്ട്, പടച്ചോന്റെ അടുക്കിലേക്ക് മടക്കപ്പെടും. അറിയണം നമ്മുടെ മനസ്സിൽ. മക്കളെ പഠിപ്പിക്കണം. ലുക്മാൻ ഹക്കീം മകനെ പഠിപ്പിച്ചതല്ലേ യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാത് ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. പൊന്നു മോനെ, നീ ചെയ്യുന്ന നിസ്സാരമായ ഒരു കാര്യം നീ ഏത് പാറക്കെട്ടിനുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും, ആകാശത്തിന്റെ കാർമേഘങ്ങൾക്കിടയിൽ എവിടെ കൊണ്ടുപോയി നീ പുകഴ്ത്തി വെച്ചാലും, ഭൂമിക്കിടയിലെ ഏതെങ്കിലും ഒരു മണൽത്തരിക്കിടയിൽ എവിടെ കൊണ്ടുപോയി നീ ഒളിപ്പിച്ചു വെച്ചാലും ശരി, പരലോകത്ത് പരലോകത്ത് അല്ലാഹ് ഇങ്ങനെ കൊണ്ടുവരും. ഇത് പഠിപ്പിക്കേണ്ട പാടാണ്. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, അള്ളാഹിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണം. രണ്ടാമത്തത് പറഞ്ഞു, ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി കണക്കില്ലാതെ അള്ളാഹുവിലേക്ക് പാപമോചനം തേടി തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി മടങ്ങേണ്ട സമയം. നമ്മളിങ്ങനെ ഇതൊരു ഏർപ്പാടാക്കി മാറ്റും ചില ആളുകൾ. തെറ്റ് ചെയ്യുക, തൗബ ചെയ്യുക, തെറ്റ് ചെയ്യുക, തൗബ ചെയ്യുക, അതേ തെറ്റ് ആവർത്തിക്കുന്നു, വീണ്ടും തൗബ ചെയ്യുന്നു. ഒരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് തൗബ പഠിപ്പിച്ച്? ഒരു ഇസ്തിഗ്ഫാർ സ്വീകരിക്കണമെങ്കിൽ ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ റിയാദുസ് സ്വാലിഹീനിൽ കിതാബു തൗബ എന്ന് പറയുന്ന പശ്ചാത്താപത്തിന്റെ അധ്യായത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യന്റെ തൗബ സ്വീകരിക്കുക. എന്താ തൗബന്റെ നിബന്ധന? ഒന്നാമത്തേത്, ആ തെറ്റിന് ചെയ്യൂല എന്ന് ദൃഢനിശ്ചയ മനസ്സിൽ വേണം. ആ തെറ്റിലേക്ക് ആവർത്തിക്കാൻ പാടില്ല, ആ തെറ്റിലേക്ക് മടങ്ങാൻ പാടില്ല, ആ തെറ്റിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന ദൃഢനിശ്ചയം. അങ്ങനെ ഒരാൾ തൗബ ചെയ്താലോ അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. ആ രൂപത്തിൽ തൗബകൾ അധികരിപ്പിക്കാൻ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തേത് പറഞ്ഞു, ഈ റമദാനിന്റെ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിലാണെങ്കിലും ഇനി മറ്റുള്ള ദിവസങ്ങളിലാണെങ്കിലും പള്ളികളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഇഅ്തികാഫ് എന്ന് പറയുന്ന ആ ഒരു ഇബാദത്തിനെ അധികരിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നാലാമത്തത് പറയാനുള്ളത് സ്വദഖയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ നഖസത്തു സ്വദഖത്തും മിൻ മാലി, നിങ്ങളുടെ സമ്പത്തിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുന്നത് കാരണത്താൽ സ്വദഖ നൽകിയത് കൊണ്ട് ഒരു സമ്പത്തിനെയും അല്ലാഹ് കുറക്കൂലട്ടോ, ഒരു സമ്പത്തും അല്ലാഹ് കുറക്കൂല. ഈ റമദാൻ മാസം എന്ന് പറയുമ്പോഴേക്ക് നമ്മളെ മനസ്സൊക്കെ ഓടി വരുന്ന സംഗതിയാ ഈ സ്വദഖ എന്നുള്ളത്. എത്ര സ്വദഖ നമ്മൾ കൊടുത്തു, എത്ര ആളുകളെ നമ്മൾ സഹായിച്ചു. സക്കാത്തായിക്കൊണ്ടും ഇനിതാ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാകും, പള്ളികളിലൊക്കെ ആളുകൾ അറിയിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ സ്വദക്കയുടെ രൂപത്തിലാ. സക്കാത്തിൻ്റെതായിക്കൊണ്ട് നമ്മൾ കൊടുത്തു, ഫിത്ർ സക്കാത്തായിക്കൊണ്ട് കൊടുക്കാനിരിക്കുന്നു. അതിന് പുറമേയുള്ള ഐച്ഛികമായ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം. നമ്മൾ ഒരുപാട് കൊടുത്തിണ്ടാവും, ഇനിയും നമ്മളെ വീട്ടിലേക്ക് വരും, ഇനിയും പള്ളികളിലെ ബിഹാരിമാരും ഇമാമുമാരും എല്ലാ ആളുകളുണ്ടാവും, ഓരോ വക്തിനും പിരിവുണ്ടാവും. നമ്മൾ കൊടുക്കണം, നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ കൊടുക്കണം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ. എല്ലാ പ്രഭാതത്തിലും 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന 2 മലക്കുകൾ. വയഖൂലു അഹദുഹുമാ, എന്നിട്ട് ആ 2 മലക്കുകളിൽ ഒരു മലക്ക് പറയും,
അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. പടച്ചോനെ, ഒരു മലക്കിന്റെ പ്രാർത്ഥന കേട്ടോ. 2 മലക്കുകൾ എല്ലാ പ്രഭാതത്തിലും ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഒരു മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. പടച്ചോനെ, നീ നൽകിയ സമ്പത്ത് നിനക്കിഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കുന്നവർക്ക് നീ അമിതമായി കൊണ്ട് പകരം നൽകണേന്നാ. മലക്കുകളുടെ പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. പടച്ചോനെ, നീ നൽകിയ സമ്പത്ത് സ്വതക്കയായി കൊണ്ട് ചിലവഴിക്കുന്നവർ, അല്ലാഹുവേ, അവർക്ക് നീ ധാരാളമായി കൊണ്ട് തിരിച്ചു കൊടുക്കണേ, പകരം കൊടുക്കണേന്നാ. വയഖൂലുൽ ആഖർ, അപ്പൊ രണ്ടാമത്തെ മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫൻ. പടച്ചോനെ, നീ കൊടുത്ത സമ്പത്ത് ചിലവഴിക്കാതെ അതിനെ പിശുക്ക് കാരണത്താൽ പിടിച്ചു വെക്കുന്ന ആളുകളുണ്ട്, അവരുടെ സമ്പത്ത് നശിപ്പിക്കണം. മലക്കളെ പ്രാർത്ഥന ഈ ഹദീസിലേക്ക് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ബത്താൽ എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നു, വമഅലൂമുൻ അന്ന ദുആഅൽ മലായികതി മുജാബുൻ. നിങ്ങൾ അറിഞ്ഞോ, മലക്കുകളുടെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുന്ന, മലക്കുകളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഒന്നാമത്തെ മലക്കിന്റെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. പടച്ചോനെ, നിന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്നവർക്ക് നീ പകരമായി കൊണ്ട് ധാരാളം കൊടുക്കണമെന്ന. രണ്ടാമത്തെ മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. നീ കൊടുത്ത സമ്പത്ത് ചിലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവനെ പടച്ചോനെ, അവന്റെ സമ്പത്ത് നശിപ്പിക്കണേന്ന. ആ മലക്കുകളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുന്ന. സഹോദരങ്ങളെ, സമ്പത്ത് നമ്മൾ ചിലവഴിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് കാണാം, കാന അജ്വദൻ നാസി ഫി റമളാൻ. റമളാൻ ആയാൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔദാര്യവാൻ റസൂലായിരുന്നു. കാന അജ്വദുൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔദാര്യവൻ. റസൂലിന്റെ ജീവിതത്തിൽ എന്തുണ്ടായിട്ടാണ് റസൂൽ സ്വതക്ക കൊടുത്ത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ സാധിക്കും, മാസങ്ങളോളം അടുപ്പ് പുകയാത്ത ദിവസങ്ങൾ ഞങ്ങൾ ജീവിതത്തിലുണ്ട്. മാസങ്ങളോളം. റസൂല് പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡ് കൊണ്ടിരുന്ന് കണ്ട് അത് ഇരിച്ചു തിന്നാന്നല്ല, മാസങ്ങളോളം എൻ്റെ വീട്ടിൽ, എൻ്റെ റസൂലിന്റെ വീട്ടിൽ അടുപ്പ് കത്തിക്കാനുള്ള ഭക്ഷണം ഞങ്ങൾക്കില്ലായിരുന്നു. പച്ചവെള്ളം കുടിച്ചിട്ട് ജീവിച്ചു റസൂലിന്റെ അടുക്കലേക്ക്. റസൂല് മദീനത്തെ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഒരതിഥി ആ പള്ളിയിലേക്ക് കയറി വന്നു. റസൂലിനോട് പറഞ്ഞു, റസൂൽ, എനിക്ക് ഭക്ഷണം വേണം, വിശക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ എഴുന്നേൽപ്പിച്ചു. ഇന്നലെ സ്വഹാബിയെ റസൂൽ തന്റെ ഭാര്യമാരെ വീട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞയച്ചു, ആ ഹുജറാത്തുകൾക്കൊക്കെ പറഞ്ഞയച്ചു. അവിടെയൊക്കെ പോയി ആ സ്വഹാബി ലാസ്റ്റ് റസൂലിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, റസൂലെ, എല്ലാ ഭാര്യമാരെ വീട്ടിലും ഞാൻ കയറി, പച്ചവെള്ളമല്ലാതെ വേറൊന്നും റസൂൽ ഞങ്ങളുടെ വീട്ടിലില്ല. പച്ചവെള്ളമല്ലാതെ വേറൊന്നും റസൂലെ നിങ്ങളുടെ വീട്ടിലില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, ഈ നിൽക്കുന്ന മനുഷ്യൻ പടച്ച റബ്ബിന്റെയും അവന്റെ റസൂലിന്റെയും അതിഥിയാണ്, ആരുണ്ട് അദ്ദേഹത്തെ സൽക്കരിക്കാൻ? അൻസാരിയായ ഒരു സ്വഹാബി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഞാൻ സൽക്കരിച്ചോളാം റസൂലെ, അയാളെ ഞാൻ കൊണ്ടുപോയിക്കോളാം പെരീക്കുന്ന. പള്ളിക്കല് ഇമാമിന്റെ കൂടെ നമ്മൾക്ക് തറാഹീക്ക് നിൽക്കാൻ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഇമാമുമാർ വരുമ്പോൾ ഓല ഉസ്താദുമാരും ഓല പരിചയത്തിലുള്ള ആളുകളൊക്കെ പള്ളിക്ക് പിരിപ്പിക്കാൻ വേണ്ടി വരും. പള്ളിയിൽ അന്നൊരു ചർച്ച. എന്താ ചർച്ച? ഈ കാക്കാനെ നോമ്പറക്കാൻ ആരോ കൊണ്ടുപോകാന്ന. അന്ന് ഇമാമിന് ചുമതലയുള്ള ഒരാളുണ്ടാവും, പക്ഷെ അയാൾ ഒരാൾക്കുള്ള ചോര ഏറെട്ടി ഉണ്ടാവുള്ളൂ, രണ്ടാമതൊരാൾ വന്നാൽ കഴിക്കാണ്ടാവില്ല. അപ്പൊ കമ്മിറ്റിക്കാർക്ക് ടെൻഷൻ, ഇനിയിപ്പോ മൂപ്പരാരെ കൊണ്ടുപോകാന്നാ. പ്രവാചകൻ ചോദിച്ചു സ്വഹാബത്തിനോട്, സ്വഹാബ, ഈ നിൽക്കുന്ന റസൂലിന്റെ അതിഥിയെ ആരാണ് വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കാതെ? അൻസാരിയായ ഒരു സ്വഹാബ എഴുന്നേറ്റ്, റസൂലെ, ഞാൻ കൊണ്ടുപോയിക്കോളാം, പെരയിലുണ്ടോ എന്നുള്ള പെണ്ണുങ്ങൾക്ക് വിളിച്ചോകട്ടെ, ചോറെന്തേലും വെച്ചുണ്ടോ, ബാക്കിയുണ്ടോ, വെള്ളം പാർന്നോ, ഒന്നും അറിയില്ല. അങ്ങനെയല്ല, അൻസാരിയായ സ്വഹാബ എഴുന്നേറ്റ് പറഞ്ഞ റസൂലെ, ഞാൻ കൊണ്ടുപോയിക്കോളാം, വീട്ടിലുണ്ടോ ഇല്ല എന്നുള്ളല്ലോ നോട്ടം. ആ സ്വഹാബി അയാൾ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ അതിഥിയാണ്, സൽക്കരിക്കണം. ഭാര്യ പറഞ്ഞു, പൊന്നാരക്കാക്കെ, ഇവിടെ നമ്മളെ കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമുള്ളു, ആ ഭക്ഷണം അവർ കഴിച്ചാൽ പിന്നെ നമ്മക്ക് കഴിക്കാനില്ല, നമ്മൾ പട്ടിണി കിടക്കണം. ആ സ്വഹാബി പറഞ്ഞു ഭാര്യയോട്, ഈ ഒരു കാര്യം ചെയ്, നമ്മളെ 2 കുട്ടികളെ നീ ഉറക്കിക്കടത്ത്, ഓൾക്ക് ഭക്ഷണം കൊടുക്കണ്ട, ഓല ഉറക്കിക്കാളാ, എന്നിട്ട് ആ ഭക്ഷണം അതിഥിക്ക് വിളമ്പി കൊടുക്കണം എന്നാ. അങ്ങനെ ആ മക്കളെ, പൊന്നുമക്കളെ, വിശന്ന് കരയുന്ന, പട്ടിണി കൊണ്ട് വിശന്ന് കരയുന്ന, വിശപ്പിന്റെ കാഠിന്യത്താൽ കരയുന്ന ആ മക്കളെ കിടത്തുറക്കിയിട്ട് ആ സ്വഹാബിയായ അൻസ്വാരിയുടെ ഭാര്യ ഭക്ഷണം വിളമ്പി അതിഥിയെ ക്ഷണിച്ചതിന് മുമ്പിൽ കൊണ്ടുവന്നിരുത്തി. അതിഥി പറഞ്ഞു, അൻസാരിയായ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങളില്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല, 2 ആളിരുന്ന ഭക്ഷണം തികയൂല. എന്താ ചെയ്ത്? ആ അൻസാരിയായ സ്വഹാബി തന്റെ ഭാര്യയോട് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്, ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആ വിളക്കെടുത്തിട്ട് അത് വല്ലതാണ് അച്ചാളാ, ഭക്ഷണം കഴിക്കാതിരിക്കണം,
ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, രണ്ടാക്കി കഴിക്കാനില്ല. അപ്പൊ ഞാൻ എടുത്തിരുന്ന് കണ്ട് ഭക്ഷണം കഴിക്കണമായി ഇങ്ങനെ കാണിച്ചോളാം, അതിഥി കഴിച്ചോട്ടെ. ഞാൻ അങ്ങനെ ആംഗ്യം കാണിക്കുന്നത്, അഭിനയിക്കുന്നത് അതിഥി കാണണ്ടെന്നാ. എന്നിട്ട് ആ വിളക്കണച്ചു. ആ അതിഥി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. തൊട്ടടുത്ത ദിവസം ആ അതിഥിയെയും കൊണ്ട് റസൂലിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ റസൂൽ പറഞ്ഞു, ലഹിക്കല്ലാഹു ലൈലത്തൻ, ചങ്ങായിയെ ഇന്നലെ ചെയ്ത പ്രവൃത്തിയില്ലേ, പടച്ച റബ്ബ് ആകാശത്ത് നിന്ന് ചിരിച്ചുകൊണ്ടിട്ടോന്നാ, അള്ളാഹിന്റെ തൃപ്തി ഉണ്ട് എന്നാ. സഹോദരങ്ങളെ, അവരൊക്കെ എന്തുണ്ടായിട്ടാ സ്വതക്ക നൽകിയത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് നന്മ ചെയ്താലും റസൂൽ അബൂബക്കറിനെ അങ്ങനെ പുകഴ്ത്തും. എല്ലാറ്റിലും അബൂബക്കറ മുൻപന്തി നിൽക്കുന്നത്. ഉമറിന് വാശിയായി, റസൂലിന്റെ ഒരു പ്രശംസയെങ്കിലും എനിക്ക് ലഭിക്കണം. അങ്ങനെ ഒരു യുദ്ധത്തിന് അള്ളാഹുവിന്റെ റസൂൽ വിളംബരം ചെയ്തപ്പോ സമ്പത്ത് ചെലവഴിക്കാൻ പറഞ്ഞു. സമ്പത്ത് സ്വതക്ക അല്ലെ സംഭാവന കൊടുക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വീടിന്റെ സ്വത്തിന്റെ പകുതി സ്വത്ത് അള്ളാഹിന്റെ മാർഗത്തേക്ക് സ്വതക്ക ചെയ്തു. ആ സമയത്ത് അബൂബക്കറിനെ കണ്ട റസൂൽ വിളിച്ചു, അബൂബക്കറെ ഇഞ്ഞെന്താ എന്റെ വീട്ടിൽ ഇജെന്താ കൊടുത്തതെന്നാ. അബൂബക്കർ പറഞ്ഞു, റസൂൽ എന്റെ വീട്ടിൽ ഇനി അള്ളാഹുവും റസൂലും മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സ്വതക്ക ചെയ്തിരുന്ന. അവരൊക്കെ പോയ സ്വർഗത്തൊക്കെ നമുക്ക് പോവാനുള്ളത്. ആ സ്വഹാബത്തും അങ്ങനെയുള്ള പ്രവാചകൻ തന്റെ മരണാസന്നമായി കിടക്കുന്ന സന്ദർഭത്തിൽ മരണപ്പെടുന്നതിന് മുമ്പ് ആയിഷ ബിയെ വിളിച്ച് റസൂൽ ചോദിക്കുന്നുണ്ട്, ആയിഷ, മുഹമ്മദിന്റെ സമ്പത്തിന് എത്ര ഈ ദുനിയാവിലുള്ളതെന്നാ. ആയിഷ ബിയ വീട്ടിലുള്ള സമ്പത്തൊക്കെ എല്ലാ മൂലക്കൊന്നും പൊറുക്കി കൂട്ടി കൊണ്ടുവന്നു. എത്രയുണ്ട് റസൂൽ എണ്ണി. ആയിഷ ബി പറഞ്ഞു കൊടുത്തു, റസൂലെ 16-17 ദിർഹമുകൾ മാത്രമല്ല, 16-17 ദിർഹം. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, സ്വതക്ക കൊടുത്തേക്ക്, ഇവിടെ വെക്കണ്ട, സ്വതക്ക കൊടുത്തു. ഇനിയുള്ളതൊരു പടയങ്കി മാത്രം. ആ പടയങ്കി എവിടെയുള്ള 30 സ്വാ ഗോതമ്പിന് വേണ്ടി ഒരു ജൂതന്റെ കയ്യിൽ നിന്ന് ഗോതമ്പ് കടം മേടിച്ചപ്പോ അതിന്റെ പണയ വസ്തുവായിട്ട് ആ പടയങ്കി കൊടുത്തതാ. റസൂൽ പറഞ്ഞു, അതാ ജൂതന് തന്നെ പൂർണ്ണമായിട്ട് കൊടുത്തേക്ക്, ഓന്റെ ഉടമസ്ഥയിലാക്കി. ഒന്നുമില്ലാതെ റസൂൽ മരിച്ചുപോയത്, ഒന്നുമില്ലാതെ റസൂൽ മരണപ്പെട്ട്. ആ റസൂലിനെ കുറിച്ചാണ് സ്വഹാബത്ത് പറഞ്ഞത്, റമദാനായാൽ റസൂൽ കൂടുതൽ ഔദാര്യവാനായിരുന്നു. ഖാന അജ്വദുൻ നാസി ഫി റമദാൻ. റസൂലിനെ കുറിച്ച് പറയാ, റമദാനിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുമുട്ടുന്ന ദിവസങ്ങളിലൊക്കെ റസൂൽ ധാരാളം സ്വതക്ക ചെയ്യുന്ന. റസൂലിനെ ജിബ്രീൽ എപ്പോഴാ കണ്ടുമുട്ടിയ? റമദാനിൽ 1.5 ആടം ആണോ? ആദ്യത്തെ 10 ദിവസത്തിൽ 2 പ്രാവശ്യം അങ്ങനെയാണോ? അല്ല, ഫീ കുല്ലി യൗമിൻ. ജിബ്രീൽ എല്ലാ ദിവസവും റസൂലിന്റെ അടുത്തേക്ക് വരും. റമദാനിലെ മുഴുവൻ രാത്രികളിലും പടച്ച റബ്ബിന്റെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിന്റെ അടുക്കലേക്ക് വരും. ഫയുദാരിസുൽ ഖുർആൻ, എന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. അതുവരെ ഇറങ്ങിയ സൂറത്തുകളും ആയത്തുകളൊക്കെ റസൂല് ജിബ്രീലിനെ ഇങ്ങോട്ട് ഓതി കളിപ്പിച്ചു കൊടുക്കും. നമ്മളൊരു ഹിഫ്ള് സിസ്റ്റം, ഉസ്താദിന് കുട്ടികൾ ഓതി കൊടുക്കണവർ അങ്ങനെ ഓതി കൊടുക്കും. ആ ദിവസങ്ങളിലൊക്കെ, ജിബ്രീൽ വരുന്ന ദിവസങ്ങളിലൊക്കെ റസൂല് സ്വതക്ക ചെയ്യുമായിരുന്നു എന്നാ. സഹോദരങ്ങളെ, നമ്മൾ സ്വതക്ക ചെയ്യണം. നമ്മുടെ സമ്പത്ത് നമുക്കറിയാം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ സമ്പത്തിനെ പരിചയപ്പെടുത്തിയത് അൽ മാലു വൽ ബനൂന സീനത്ത്. അതൊരു കളിയും ചിരിയുമാണ്, അത് വിനോദം മാത്രമാണ്, ഒരു പരീക്ഷണമാണ്, ഫിത്നയാണ്. ആ സമ്പത്തിന്റെ വ്യവസ്ഥയിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അർഹരായ ആളുകൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. മറ്റൊരാളുടെ അവകാശം നമ്മുടെ സമ്പത്തിൽ ഉണ്ടാവരുത്. സക്കാത്ത് എന്തുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ഒട്ടകത്തിന്റെ മൂക്ക് കയറാണ് എനിക്ക് സക്കാത്തായിക്കൊണ്ട് നിശ്ചയിച്ചത്, അത് തരാത്തവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ? അത് മറ്റോന്റെ അവകാശമാണ്, പാവപ്പെട്ടവന്റെ അവകാശം. അത് പണക്കാരന്റെ ഔദാര്യമല്ല, അത് നമ്മൾ കൊടുക്കൽ ബാധ്യതയാണ്. അത് അവന്റെ അവകാശമാണ്, പാവപ്പെട്ടവന്റെ അവകാശമാണ്. സ്വതക്കയും അങ്ങനെ തന്നെയാ. നമ്മളെ വീട്ടിലേക്ക് യാചന നമുക്കറിയാം, യാചിച്ചു വരുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരാൾ യാചിച്ചു വന്നാൽ ആ യാചിച്ചു വരുന്നവനെ, ചോദിച്ചു വരുന്നവനെ വിരട്ടി ഓടിക്കാൻ പാടില്ല, കൊടുക്കാതെ മടക്കേക്കാൻ പാടില്ല. സഹോദരങ്ങളെ, സ്വതക്കുകൾ അധികരിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്ത് നിങ്ങളെ കഴിച്ചിലാക്കി കൊണ്ടിട്ടോന്നാ. നരകത്ത് നിങ്ങൾ കഴിച്ചിലാക്കിക്കോ. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ധാരാളം ആളുകളെ നരകത്തിന്റെ ഇന്ധനങ്ങളാക്കി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. രക്ഷപ്പെടണോ? അള്ളാഹു അറിയില്ലേ, റസൂൽ പറഞ്ഞു, ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് കൊടുത്തിട്ടെങ്കിലും
മനുഷ്യരെ നരകത്തിന്റെ തീയിൽ നിങ്ങൾ രക്ഷപ്പെട്ടോളിയെന്ന. അതായിരുന്നു സ്വഹാബത്തിന്റെ മാതൃക, അതായിരുന്നു പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വതക്കുകൾ അധികരിപ്പിക്കണം. 4 കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കാൻ. ഒന്നാമത്തേത്, പടച്ചിറബിനെ കുറിച്ചുള്ള സ്മരണകൾ ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കണം. ബാക്കിയുള്ള സമയം റമദാൻ കഴിഞ്ഞാൽ ഷവ്വാലായി, പെരുന്നാളായി, അതിന്റെ ആഘോഷങ്ങളിൽ അവിടൊക്കെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ നഷ്ടപ്പെടുത്തണം എന്നല്ല, ഓർമ്മകൾ ഉണ്ടാവണം. പടച്ചിറബിനെ കുറിച്ചുള്ള സ്മരണകൾ ജീവിതത്തിൽ സമാധാനം നൽകും. ആ സ്മരണകൾ അധികരിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് പ്രാർത്ഥിച്ച് ഖേദിച്ചു മടങ്ങാൻ സമയം കണ്ടെത്തണം. മൂന്നാമത്തേത്, ഇഅ്തികാഫ് അധികരിപ്പിക്കുക. നാലാമത്തേത്, സ്വതക്ക അധികരിപ്പിക്കുക. ഈ രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ റമദാൻ ഉപയോഗപ്പെടുത്തിയത്, ആ രൂപത്തിൽ റമദാൻ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എടവണ്ണ ജാമിയ നദ്വിയ എന്നുള്ള സ്ഥാപനം നമുക്കറിയാം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നാനോന്മുഖമായ മേഖലകളിൽ ഒരുപാട് പ്രബോധകന്മാരെ, സ്വലാഹിമാരെയും സ്വലാഹിയകളെയും വളർത്തിയെടുത്ത കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി 964 എടവണ്ണയിൽ സ്ഥാപിതമായ മഹത്തായ ദീനി സ്ഥാപനമാണ് എടവണ്ണ ജാമിയ നദ്വിയ എന്നുള്ളത്. അതിന്റെ കീഴിൽ മതം പഠിക്കുന്ന ശരിയ കോളേജിലായിക്കൊണ്ട് 150-150ഓളം വിദ്യാർത്ഥികൾ, വുമൻസ് അറബി കോളേജിലും അതുപോലെ തന്നെ ഹിഫ്ദ് കോളേജിലൊക്കെ ആയിട്ട് 100-400 കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനം. ഒരുപാട് കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ പോയാലും അവിടൊക്കെ ഓരോ സ്വലാഹിമാരോ സ്വലാഹിയകൾ ഉണ്ടാവും. നാടിന്റെ പ്രതീക്ഷയായി ദഅവത്ത് നടത്താൻ, പ്രബോധന പ്രവർത്തനം സജീവമാക്കാൻ വേണ്ടി നമ്മുടെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സമിതി നേരിട്ട് നടത്തുന്ന വലിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഒരു ഫീസും വാങ്ങാതെയാണ് അവിടുത്തെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു ഫീസും ആ കുട്ടികളെ കയ്യിൽ നിന്ന് മേടിക്കണം. അവിടെ പാവപ്പെട്ടവർ പഠിക്കുന്നുണ്ട്, പണക്കാർ പഠിക്കുന്നുണ്ട്, അവിടെ വലിയ മുതലാളിമാരുടെ മക്കൾ പഠിക്കുന്നുണ്ട്, വലിയ ഒരു സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത പാവപ്പെട്ടവരുടെ മക്കളും അവിടെ പഠിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അവർക്കൊക്കെ ഈ റമദാനിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന അകമഴിഞ്ഞ സഹായമാണ് അവരുടെ ഒരു വർഷത്തെ ചെലവായിക്കൊണ്ട് നമ്മൾ കണക്കാക്കാറുള്ളത്. നമ്മുടെ ജാമ്യയിലെ 2 വിദ്യാർത്ഥികൾ, ഞാൻ അവിടെ അധ്യാപകനാണ്, പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഞങ്ങളുടെ അവിടുത്തെ 2 വിദ്യാർത്ഥികൾ അതിൻ്റെ ഒരു കളക്ഷനുമായി കൊണ്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് സമീപിക്കും. കഴിവിന്റെ പരമാവധി അതുമായി സഹകരിക്കണം. അത് മൊത്തത്തിലുള്ള കളക്ഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ആ രൂപത്തിലും ഇനി വ്യക്തിപരമായി കണ്ട് നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് അവിടെ ഏകദേശം ഒരു വർഷത്തിന് 70,000 രൂപയാണ് ഒരു വർഷത്തെ ഒരു കുട്ടിയുടെ ചെലവ്. അങ്ങനെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവരുണ്ടാകാം, ഒരു ഹാഫിദിനെ ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടാകാം, ഒരു ദാഇയെ ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടാകാം. ഏത് രൂപത്തിലാണെങ്കിലും അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളിൽ ഫലസ്തീനിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാവണം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ട വാർത്തകൾ നമുക്കറിയാം. വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, തടവുകാരെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടും വീണ്ടും ബോംബിട്ടുകൊണ്ട് സാധുക്കളായ മുസ്ലിങ്ങളെ കൊന്നടക്കുന്ന സയനിസ്റ്റിന്റെ ഭീകരത നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ. 140ഓളം വരുന്ന പിഞ്ചു പൈതകളടക്കം 400ഓളം വരുന്ന ആളുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെ എണീക്കുമ്പോൾ, രാത്രികളിൽ വിശ്രമിക്കുമ്പോൾ വലിയ ഭീമാകാരമായ വിഷം വിതക്കുന്ന ബോംബുകളുമായി കൊണ്ട് സയനിസ്റ്റ് ഭീകരർ കൊന്നടക്കിയത്. സഹോദരങ്ങൾ, ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, 10 കാര്യങ്ങൾ, 10 സ്വഭാവങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ടാൽ അയാൾക്ക് ഈമാനില്ല എന്ന് ഉറപ്പിച്ചോളൂ എന്നാൽ. അതിൽ ഒന്നാമത്തത് ഹസനുൽ ബസ്രി പറഞ്ഞത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ഒക്കെ പടച്ചോനെ എനിക്ക് കൊണ്ട എന്ന് നിരന്തരം സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. എന്നാൽ ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ മുഅ്മിനുകൾക്ക് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കാതെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, അവന്റെ മനസ്സിൽ ഈമാനിന്റെ കണിക പോലുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഫലസ്തീനിലെ നമ്മുടെ പാവപ്പെട്ടവരായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുലർച്ചയ്ക്ക് എണീച്ച് ഭക്ഷണം കഴിച്ച് നോമ്പെടുക്കണമെന്ന നെയ്യത്തോടു കൂടെ ഉറങ്ങിയ ആ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഭീമാകാരമായ വിഷം വിതക്കുന്ന, മനുഷ്യന്റെ ജീവനെ നശിപ്പിക്കുന്ന ഭീമാകാരമായ സ്ഫോടക വസ്തുക്കൾ നിറച്ച വലിയ ബോംബുകളും വലിയ വിമാനങ്ങളുമൊക്കെ ആ സമൂഹത്തിന്റെ തലയിലേക്ക് വന്ന് പതിയുമ്പോൾ സഹോദരങ്ങളെ, പ്രാർത്ഥനയല്ലാതെ മറ്റൊരു ഐക്യദാർഢ്യം നമുക്ക് അവരോടില്ല. മറ്റു രൂപത്തിലുള്ളൊരു നിലക്കുമുള്ള പ്രകോപനപരമായ ഒന്നും തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. പ്രാർത്ഥിക്കുക, ഇത് മാത്രമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. നമ്മുടെ പ്രാർത്ഥനകളിൽ ആ സഹോദരങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പടച്ചറബ്ബേ, നിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്ന, നിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുണ്ട്.
സാമ്പത്തികമായും ശാരീരികമായും അതിനെ സഹായിക്കുന്നവർ, പിന്തുണക്കുന്നവർ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നാഥ, ഞങ്ങൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, സഹോദരങ്ങൾ, ആദർശ പ്രസ്ഥാന ബന്ധുക്കൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അല്ലാഹുവേ അവരുടെ ഖബറിടം നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റഹ്മാനെ. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.